ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിസൺ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് നിവിൻ പോളി, ലിജിമോൾ, അതുപോലെ സംഗീത് പ്രതാപ് ഇവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ബേബി ഗേൾ സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ ഞാൻ കാണുന്നത് നമ്മുടെ കോഴിക്കോട് ഡൗൺ ടൗൺ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള നമ്മുടെ പാലാക്സി സിനിമാസിൽ വെച്ചിട്ടാണ് ഈ സിനിമ കാണുന്നത്. വളരെ യാദർശികമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതായത് ഞാനത് അവിടെ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയത്. കുറച്ച് സമയം പോകാൻ വേണ്ടി വേറെ എന്തെങ്കിലും സിനിമ ഉണ്ടോ നോക്കിയപ്പോൾ ബേബി ഗേൾ ഒരു 2 മണിക്കൂർ 10 മിനിറ്റിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ കണ്ടത്. ഫസ്റ്റിലുള്ള കാരണം ഇത് കാണണ്ടെന്ന് പറയാനുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു ഇതിൽ. കാരണം നിവിൻ പോളി, ഇവിടുത്തെ പ്രമുഖ റിവ്യൂസ് ആയിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളിനെ കാണാൻ ഇതിൽ CCTV ക്യാമറയിൽ മാത്രമേ ഉള്ളൂ, നിവിൻ പോളി ഇതിലൊന്നും ചെയ്യുന്നില്ല, സംഗീത് പ്രതാപാണ് ഫുൾ സിനിമ കൊണ്ടുവന്നത്, വേറെ ആരും ഇല്ല ഇതിൽ. അങ്ങനെയെല്ലാം കുറേ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു കുറേ പ്രമുഖ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇതിൽ പറയാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് റിവ്യൂവിലോട്ടേക്ക് കടക്കാം. സത്യം പറയാലോ, ഞാൻ യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതെയാണ് ഈ സിനിമ കണ്ടത്. 2 ദിവസം മുമ്പേ നമ്മുടെ ചത്തപച്ച കണ്ടപ്പോൾ എനിക്ക് വളരെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു അനുഭൂതിയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല രീതിയിൽ ബോറൊക്കെ അടിക്കട്ടായിരുന്നു. കാരണം ഒരു ക്ലീഷേ ടെംപ്ലേറ്റ്, ഒരു അടിപ്പടത്തിന്റെ ഒരു രീതിയിലൊക്കെയാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഞാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ കണ്ടതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോബി ആൻഡ് സഞ്ജയ്, ട്രാഫിക് എല്ലാം ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ. അപ്പോൾ അവരുടെ റൈറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതിരിക്കില്ല എന്നുള്ള ഒരു സംഭവം, ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. സിനിമ തുടങ്ങി ആദ്യം തന്നെ പടപടയെന്ന് കാര്യത്തിലോട്ടേക്ക് കടക്കുക ഉണ്ടായത്. അതായത് വിത്തിൻ 5 മിനിറ്റ്സ് കാര്യത്തിലോട്ടേക്ക് കടന്നു. ഈ ജസ്റ്റ് ഒരു ദിവസത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിലുള്ളത് പോലെ തന്നെ ബേബി ഗേളിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ നിവിൻ പോളിക്ക് കാര്യമായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അവതരിപ്പിക്കാനുള്ള റോളും സ്പേസും എന്തായാലും അതിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ CCTVയിൽ വന്നിട്ട് പോണ ഒരു കഥാപാത്രമൊന്നും അല്ല. ഈ ഒരൊറ്റൊരു ദിവസത്തിൽ നടക്കുന്ന ഈ ഒരു സംഭവം അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് 2 മണിക്കൂർ പോയതൊന്നും ഞാൻ പ്രത്യേകിച്ച് അറിഞ്ഞിട്ടൊന്നുമില്ല. ആകെ ഒരു പ്രാവശ്യം മറ്റേ ഞാൻ സമയം നോക്കിയിട്ടുള്ളൂ, അത് ക്ലൈമാക്സിനോട് അടുപ്പിച്ചിട്ടാണ്. അതുവരെ പെട്ടെന്ന് ഇന്റർവെൽ വരെയുള്ള ടൈം പെട്ടെന്ന് പോയിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര ഭീകരമായിട്ട് നിങ്ങളെ മുൾമുനയിൽ നിർത്തിക്കുന്ന സസ്പെൻസും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും എൻഗേജിങ് ആയിട്ട് തന്നെ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ സംഗീത് പ്രതാപ് ആയിക്കോട്ടെ, ലിജിമോൾ ആയിക്കോട്ടെ, നമുക്ക് തന്നെ കുറച്ച് സമയത്ത് തോന്നും, അയ്യോ ഇത് ഇവിടെ ഇപ്പം എന്ത് പറ്റി, ഇനിയിപ്പോൾ എന്ത് പറ്റും, ഇതെങ്ങനെ റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ ആസ് എ പ്രേക്ഷകർ നമ്മുടെ മനസ്സിലോട്ടേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അതുപോലെ തന്നെ അഭിനേതാക്കളെല്ലാം മികച്ച ഭയങ്കര തീ പാർന്ന പെർഫോമൻസ് അല്ലൊന്നും അല്ലെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ഈ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ആരും ബോറായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിലിപ്പോൾ നിവിൻ പോളി വളരെ ഒരു കൺട്രോൾഡ് ആക്ടിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ലിജിമോളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത് പ്രതാപും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അത്യാവശ്യം, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അത്യാവശ്യം സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം കുഴപ്പമില്ലാണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച രീതിയിൽ ഞാൻ ഒരു പ്രതീക്ഷയും കൊടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ചത്താ പച്ചേനെക്കാട്ടെല്ലാം നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി ഞാൻ അതിനെക്കാട്ടും കൂടുതൽ എൻജോയ് ആയിട്ടാണ് ഈ പടം കണ്ടത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ 2 പടവും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ടറിന്റെ ഇനി വരാൻ പോകുന്ന സിനിമക്കും അത്യാവശ്യം സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കാനാണ് സാധ്യത. അതുപോലെ നിവിൻ പോളിന്റെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഹോട്ട്സ്റ്റാറിൽ ഒരു സീരീസ് കണ്ടിട്ടായിരുന്നു, ഫാർമ. അതും ഹോസ്പിറ്റലിൽ ചുറ്റിപ്പറ്റിയിട്ടാണ് ഫുള്ളായിട്ട് നടക്കുന്നത്. അതിലുള്ളൊരു ഗെറ്റപ്പും അതിലുള്ളൊരു കൈൻഡ് ഓഫ് ആക്ടിങ് ഒക്കെ തന്നെയാണ് ഇതിലും നിവിൻ പോളിയുടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തു പറയാനും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ വേറെ പറയാനുള്ള ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിലുള്ള പോലീസുകാർ വലിയ ബുദ്ധിമാന്മാരാണ്. ഇതിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിവിൻ പോളി പിന്നെ മണ്ടെന്നാ പോലീസുമാർ കാണിക്കുന്നത്. പക്ഷേ പോലീസ് അതിലേറെ വലിയ മണ്ടൻ, അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ കഥയിൽ എവിടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ലൂപ്പ് ഹോൾസ് എല്ലാം സംഭവത്തിലുണ്ട്. ഇത്രയും വലിയ മണ്ടത്തരൊക്കെ കേരള പോലീസ് ആരെങ്കിലും കാണിക്കുക? ഒരു പോലീസും കാണിക്കില്ല. ആ രീതിയിലുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് ഇതിൽ കുറെ ചെയ്യുന്നത്. അങ്ങനെയാണ് കുറെ സമയങ്ങൾ പോയി കിട്ടുന്നത്. അപ്പൊ അതെല്ലാം ഒരു ഭാഗത്തിരിക്കെ ഒരു താരതമ്യേന കുഴപ്പമില്ലാത്ത, എനിക്ക് തോന്നുന്നു ഫാമിലിക്കൊക്കെ കുറച്ചും കൂടിയും എൻഗേജിങ് ആയി കണ്ടിരിക്കാൻ പറ്റുന്ന സെന്റിമെന്റ് വാല്യൂ ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡീസന്റ് വാച്ചായിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം സമയം പോകുന്നതും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്റർടൈനിങ് ആയിട്ട് തന്നെയാണ്. ആ ഒരു സിമ്പിൾ സബ്ജക്റ്റ് ആണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി 2 മണിക്കൂറിൽ തന്നെ സംഭവം തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഡീസന്റ് മൂവി, ഒരു 6.5 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ റിവ്യൂവിനോട് അനുയോജിക്കുന്നുണ്ടെങ്കിൽ
കമൻസ് ആയിട്ട് രേഖപ്പെടുത്തു. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ഓൾസോ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.